സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന പ്രചാരണം വയനാട്ടിൽ സജീവമാക്കി നിർത്താൻ ബിജെപി. സുൽത്താൻ ബത്തേരിയിൽ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന്റെ പോസ്റ്ററിലെ ബത്തേരിയെ ഗണപതി വട്ടം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച വീണ്ടും വയനാട്ടിലെത്തുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ആനി രാജയുടെ 3ാം ഘട്ട പര്യടനം പുരോഗമിക്കുകയാണ്. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളായി ചേരുന്നു. അനുമോദ്, നമ്മൾ രാവിലെ മുതൽ തന്നെ ഇക്കാര്യം ചർച്ച ചെയ്യുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ഈ പ്രചാരണം അത് ഈ ഒരു വിഷയത്തിലേക്ക് എത്തിക്കാനുള്ള NDയുടെ ശ്രമമാണ് നമ്മൾ പറഞ്ഞത്. ഒപ്പം വയനാട്ടിൽ നിലവിലത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എന്തായി? രാഹുൽ ഗാന്ധി എത്തുന്നതേ ഉള്ളൂ, തിങ്കളാഴ്ച എത്തുന്നു. ആനി രാജ പ്രചാരണം അത് സജീവമാക്കുന്നുണ്ട്. K സുരേന്ദ്രനാണ് NDA സ്ഥാനാർത്ഥി. ഈ പ്രചാരണ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തുമ്പോൾ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചൂടെങ്ങനെ? എൽദോ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയില്ല എന്നൊരു കുഴപ്പം അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് UDF എടുക്കുന്നില്ല. പകരം രാഹുൽ ഗാന്ധിക്ക് പകരം UDFന്റെ മുതിർന്ന നേതാക്കളും താഴെത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകരും ഇപ്പോൾ പ്രചരണത്തിൽ സജീവമായിട്ടുണ്ട്. ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച്, പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് UDFന്റെ നേതാക്കൾ കൺവെൻഷനുകളും കുടുംബയോഗങ്ങളും എല്ലാം നടത്തി മുന്നേറുന്നു. NDAയുടെ ഭാഗത്തുനിന്നും K സുരേന്ദ്രൻ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പര്യടനത്തിലൂടെ ഇന്ന് അദ്ദേഹം സുൽത്താൻ ബത്തേരിയിലാണ് അദ്ദേഹത്തിന്റെ പര്യടനം എന്നുള്ളത്. ആനിരാജയും സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ തന്നെയാണ് പര്യടനത്തിനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സുരേന്ദ്രന്റെ ഈ ഗണപതി വട്ടം എന്ന വിവാദം അതിൽ എങ്ങനെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ LDFനും UDFനുമെതിരെ ചോദ്യങ്ങളായി ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഗണപതി വട്ടം മാത്രം വിവാദമാക്കുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ താൻ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ കാട്ടാനകൾ വയനാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, അത് എന്തുകൊണ്ട് ചർച്ചയായില്ല. അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാപകമായി കള്ളപ്രചാരണമാണ് നടക്കുന്നത്. കേരളത്തിൽ CAA മുൻനിർത്തി LDFും UDFും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആശങ്കയിലാക്കുകയാണ്, പേടിപ്പിക്കുകയാണ്. കേരളത്തിൽ ആരെയും ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും മുസ്ലിങ്ങളുടെ പൌരത്വം തന്നെ ഇല്ലാതെയാകുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി തന്നെ പ്രചാരണം നടത്തുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് സുരേന്ദ്രന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന് ഇന്നത്തെ വാർത്താ സമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ സുരേന്ദ്രന് വലിയ മറുപടി തന്നെ, വിശദമായ മറുപടി തന്നെ നേതാക്കളുടെ ഭാഗത്തും ഉണ്ടാകുന്നു. വയനാടിന്റെ ഭാഗമായിട്ടുള്ള ഏറനാട്ടിലെയും വണ്ടൂരിലെയും MLAമാർ നിശ്ചിതമായ വിമർശനമാണ് സുരേന്ദ്രനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. കെട്ടിവെച്ച കാശ് കിട്ടാനുള്ള സുരേന്ദ്രന്റെ അവസാനത്തെ അടവാണ് ഈ ഗണപതി വട്ട പ്രസ്താവന എന്നാണ് വണ്ടൂർ MLA AP അനിൽകുമാർ മറുപടിയായി പറഞ്ഞത്. ഒപ്പം തന്നെ സുരേന്ദ്രന് കിട്ടേണ്ട വോട്ട് പോലും കിട്ടാത്ത സാഹചര്യമായിരിക്കും ഇത്തരം പ്രചരണം നടത്തിയാലെന്ന് ഏറനാട് MLA PK ബഷീർ ആക്ഷേപിക്കുന്നു. ചുരുക്കത്തിൽ സുരേന്ദ്രന്റെ കഴിഞ്ഞ ദിവസത്തെ ഈ സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം വലിയ തോതിൽ തന്നെ മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട്. BJP ഉദ്ദേശിക്കുന്നതും അതുതന്നെയായിരിക്കാം. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഈ ഗണപതി വട്ട വിവാദം വലിയ തോതിൽ ചർച്ചയാക്കി കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധിയെ കൊണ്ട് അതിൽ മറുപടി പറയിപ്പിക്കാനായിരിക്കാം BJPയുടെ ശ്രമം. വയനാട്ടിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ഒരുപക്ഷെ അല്പം വോട്ട് ശതമാനം കൂട്ടുവാൻ ഉപകാരപ്പെടുമെന്ന് BJP കരുതുമ്പോൾ ദേശീയ തലത്തിൽ അത് മറ്റൊരു തരത്തിൽ, അതായത് ടിപ്പു സുൽത്താനെതിരായ മുൻപ് BJP നടത്തിയ വിമർശനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമാക്കുവാൻ BJPക്ക് ഇതിലൂടെ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയം BJP മനഃപൂർവ്വം വലിയ ചർച്ചാ വിഷയമാക്കുന്നതും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചാരണ വിഷയമാക്കുന്നതും. എന്നാൽ ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു തന്നെയാണ്, ഉയർത്തി തന്നെയാണ് LDFും UDFും മുന്നേറുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം രാഹുൽ ഗാന്ധി കൂടി പ്രചരണത്തിലെത്തുന്നതോടെ UDFന്റെ പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കും. 15-ാം തീയതിയും 16-ാം തീയതിയും രാഹുൽ ഗാന്ധി മണ്ഡലത്തിലുണ്ടാകും. എല്ലാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള 7 നിയോജകമണ്ഡലങ്ങളിൽ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കും. ചിലയിടത്ത് അദ്ദേഹം വോട്ടർമാരെ നേരിട്ട് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം വയനാട്ടിൽ അതിന്റെ അടുത്ത ലെവലിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ സുരേന്ദ്രന്റെ പ്രസ്താവനയ്ക്കെതിരെ ആനിരാജയുടെ വിമർശനമെല്ലാം കഴിഞ്ഞ ദിവസം വന്നാണ്. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ 15-ാം തീയതിയും 16-ാം തീയതിയും അദ്ദേഹം മണ്ഡലത്തിലെത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തുമോ എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹത്തിന്റെ പ്രതികരണം ദേശീയ തലത്തിൽ തന്നെ വലിയ ശ്രദ്ധേയമാകുന്ന സാഹചര്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും BJP അത് വലിയ വിവാദമാക്കുമെന്ന് ഉറപ്പാണ്. അതിനുവേണ്ടി തന്നെയാണ് അവരുടെ ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരുന്നതും കൂടുതൽ അതിൽ തൂങ്ങി പ്രചാരണം നടത്തുന്നതും. ശരി അനുമോദ്. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു CV അനുമോദ്.